ഞങ്ങളങ്ങനെ ജയ്പൂരിലെ ഫസ്റ്റ് ഡേ ആണ്. ജയ്പൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു ഹോട്ടലാണ്, ഹോട്ടൽ റൂബി. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പനിയായതുകൊണ്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഉച്ചയായി, ഏകദേശം 2 മണിയായി. ഇതുവരെ റെസ്റ്റ് ഇല്ലാതെ ഓടുന്നതുകൊണ്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലാണത്, മുഹമ്മദൻസ് പാലസ്. ഇതൊരു നോൺ വെജ് ഹലാൽ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ റേറ്റിംഗ് ഒക്കെ നോക്കി നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. ജയ്പൂരിലെ നമ്പർ 1 ഓഫ് ദി ടോപ്പ് റേറ്റഡ് ഹോട്ടലാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പാലസിലേക്കും ഒരു ഹവേലിയിലൊക്കെ കയറിയൊരു ഫീലാണ്. നമ്മളവിടുന്ന് ഓർഡർ ചെയ്തത് 2 തന്തൂർ റൊട്ടിയും പിന്നെ ജയ്പൂരിലെ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം മട്ടൺ ലാൽമാസ് ആണ്. അവിടുത്തെ ഏറ്റവും ലാൻഡ്മാർക്ക് ഐറ്റമാണ് മട്ടൺ ലാൽമാസ്. അപ്പം അതും റുമാലി റൊട്ടിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ്, നല്ല രസമുണ്ട്. ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇത് അവരുടെ ഒരു കിച്ചണിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ അല്ല മെയിൻ കുക്കിംഗ്, പക്ഷെ ഇവിടെ ഫുഡൊക്കെ ഇവിടെ നിന്നാണ് സെർവ് ചെയ്യുന്നത്. 2 പേര് ചേർന്നിട്ട് അവിടെ കുബൂസ് നിർത്താതെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പല ഐറ്റംസും ഇവിടെ ആൾറെഡി കുക്ക്ഡ് ആണ്. ഇനി അത് ഇവിടെ നിന്നാണ് സെർവ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ച് നമ്മൾ ജയ്പൂർ തെരുവിലേക്കൊന്ന് ഇറങ്ങി. അവിടെ ഭയങ്കര ക്രൗഡും ഭയങ്കര ട്രാഫിക്കും ആയിരുന്നു. അവിടെ ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ്. നമ്മൾ നിൽക്കുന്നത് ജയ്പൂരിന്റെ മെയിൻ ഏരിയ, ഓൾഡ് ടൗണിലാണ്. മെയിൻ ഏരിയ, ടൂറിസ്റ്റിന്റെ മെയിൻ ഹബ്ബാണ് ഈ സ്ഥലം. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഊബർ വിളിച്ചു. പിങ്ക് സിറ്റി എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ. ഏകദേശം എല്ലാം ബിൽഡിങ്ങും 2 സൈഡിലും ഒരേ കളറിലും ചുവപ്പ് സാൻഡ്സ്റ്റോൺ രീതിയിൽ. ജയ്പൂരിലെ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, ഗട്ടോർക്കി ഛത്രിയ. ഇത് റമി ഗൂഗിളിൽ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. ഇത് കണ്ടിട്ട് ആളൊന്നുമില്ല. ഞങ്ങളിവിടെ 2 കോഫി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. ഇല്ല കോഫി ഇല്ലേ? എന്നാ ചായ പറയേ? എന്നാ വേണ്ട, എന്നാ മടക്കി എന്നിട്ടാക്കാം. ഇത് കണ്ടിട്ട് അല്ലാ അറിയാം, ഇത് കണ്ടിട്ട് ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുകൾക്ക് കയറി പോകേണ്ട ഒരു ഫോർട്ടിക്ക്. ഇതിപ്പോൾ കയറാളാവതില്ല, നോക്കട്ടെ എന്താണെന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഇത് ടിക്കറ്റ് ഉണ്ട്, 30 രൂപയാണ് ടിക്കറ്റ്. എന്നാലും നല്ല സ്ഥലം. ജയ്പൂരിലെ കച്ച്വ ഡൈനാസിറ്റിന്റെ അണ്ടറിലുള്ള രാജാക്കന്മാരെയൊക്കെ അടക്കം ചെയ്യുന്ന ഒരു റോയൽ ക്രിമേഷൻ ഗ്രൗണ്ടാണ് ഗൈത്തോർക്കി ഛത്രിയാൻ. ഇതിന്റെ മുകളിൽ നഹർഗഡ് ഫോർട്ടും പിന്നെ അതേപോലെ ഗർ ഗണേഷ് ടെമ്പിളിന്റെ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് മരണപ്പെട്ട എല്ലാ രാജാക്കന്മാരെയും അടക്കം ചെയ്തത് ഇവിടെയാണ്. വളരെ കുറഞ്ഞ പക്ഷേ വേറെ സ്ഥലങ്ങളിൽ അടക്കം ചെയ്തിട്ടുള്ളൂ. ക്രിമറ്റോറിയാണ്, റോയൽ ക്രിമറ്റോറിയം. ഇത് ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇപ്പുറത്തതും. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ട്. ഇത് 2011 ഉണ്ടാക്കിയതാണ്. ജയ്പൂരിലെ ആദ്യത്തെ ദിവസം ഞങ്ങൾ വന്നൊരു സ്ഥലം. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, ആൾക്കാർ തിരക്കുറവാണ്. സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാജസ്ഥാനിൽ കണ്ട അത്ര തിരക്കൊന്നും ഇവിടെ കാണാനില്ല. ഇതിന്റെ പുറത്ത് നഹർഗഡ് ഫോർട്ടിന്റെ കോട്ടമതിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുള്ളത്. ഇതിന്റെ മുകളിലൊരു ഗണേശന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ ഈ ഫോർട്ടിന്റെ മതിൽ കാണാം. ആൾക്കാരെ ഇവിടെ കയറി പോകണമൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അവരിവിടെ നടന്നുകൊണ്ട്. റമി എന്താടി റെസ്റ്റ് എടുക്കാം? ലോഡുണ്ട്. ഉള്ളുക്കുള്ളൊക്കെ ഒരുപാട് ശവകുടീരങ്ങൾ ഇവിടെ സംസ്കാരം ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു മല, അടിപൊളി സ്റ്റൈലില് നല്ല അടിപൊളി ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. രജപുത് ആൻഡ് മുർഗൾ ആർക്കിടെക്ചറിന്റെ ഒരു ബ്ലെൻഡ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇതിന്റെ തൂണുകളിലും അതേപോലെ തന്നെ ഇതിന്റെ സീലിങ്ങിലൊക്കെ ആനകളും താമരകളൊക്കെ കൊത്തിവെച്ചത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഗട്ടോർക്കി ആ സ്ഥാനത്തുനിന്ന് ഛത്രിയാന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. നമുക്ക് ഇന്ന് നിൽക്കുന്ന റൂം ഞങ്ങൾ നാളെ തന്നെ ചെക്ക് ചെയ്യും. അവരുടെ ഒരു ഭയങ്കര കുറുകല്ലാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് കിട്ടിയ റൂം നമുക്ക് താല്പര്യമില്ല തുടരാൻ. അപ്പോൾ വേറെ റൂം എയർബിഎൻബിയിലൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ പോവുകയാണ് വേണ്ടി ഇവിടെ. അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. മനസ്സിലാവും, ഒരുപാട് പട്ടം പറത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ആകാശത്ത് ഒരുപാട് പട്ടം പറത്തും എല്ലാ ഭാഗത്തും. മുകൾക്കും നോക്കിയ പല ഭാഗത്തൊക്കെ ഇവിടെ അങ്ങനെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച ഹോൾസെയിൽ ഷോപ്പുകൾ. മെയിനായിട്ട് ബാംഗ്ലൂർ തന്നെ. അത് ആൾക്കാർ മോഡലും വിലയൊക്കെ നോക്കിക്കണ്ട്. ഒരു നഗരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ള റൂം മാറിയിട്ട് അടുത്ത റൂം എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ നടക്കണില്ല. എയർബിഎൻബിയിൽ നല്ലൊരു റൂം കണ്ടു. അപ്പോൾ ഞങ്ങളത് പോയി ഒന്ന് ചെക്ക് ചെയ്തു. പോലെ നാളെ രാവിലെ വരാൻ പറഞ്ഞു. നല്ല റൂം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ എയർബിഎൻബിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ മടങ്ങാണ്. നിലവിലുള്ള റൂം ഇന്നത്തെ കറക്കൊക്കെ നിർത്തി. കറക്കൊക്കെ കഴിഞ്ഞ ദിവസത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളിനി കൂടുതലെടുക്കും പോകണം. ചെന്ന് രാത്രി ഫുള്ള് റെസ്റ്റാണ്. ഇതൊക്കെ വഴിയോര കാഴ്ചകളാണ് ഇവിടുത്തെ. കച്ചവടങ്ങൾ, ചെറിയ ചെറിയ പെട്ടിക്കടകൾ, ചായ കച്ചവടം, പൂവിൻ്റെ കച്ചവടം, ഗ്രോസറിൻ്റെ കച്ചവടം, അതിൻ്റെ ഇടയിൽ വലിയ വലിയ ബിൽഡിങ്ങുകളും ഉണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടുത്തെ. ഇവിടെയൊക്കെ ടയർ കച്ചവടങ്ങളും. ഇവിടെ വന്നപ്പോൾ ഒരാൾക്ക് പനിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഹോട്ടൽ ഫുഡ് ഓർഡർ ചെയ്തു. കാരണം ഇവിടെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ. എന്തൊക്കെയുള്ളത്? സൂപ്പുണ്ട്. രസമുണ്ട് സൂപ്പ്. തുറക്കണ്ട, ചൂട് നിന്നോട്ടെ, തണുക്കും പെട്ടെന്ന് ഫുഡ്. അല്ല, വടി പെപ്പറും സോൾട്ടൊക്കെ ഉണ്ട്. കുടിക്ക്. ഇന്ന് പെപ്പർ സോൾട്ട് ഇട്ടാണ്. സ്വീറ്റ് കോൺ മധുരല്ലേ, സ്വീറ്റ് അല്ലേ. ഞങ്ങളെല്ലാം കുരുമുളകൊക്കെ ഇടും.